സംസ്ഥാനത്ത് +1 പാഠപുസ്തക വിതരണം അനിശ്ചിതത്വത്തിൽ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയ പുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും പൂർത്തിയായില്ല. ജൂലൈ ആദ്യവാരം വിതരണം പൂർത്തിയാക്കുമെന്ന് SCERT പറയുന്നു. എന്നാൽ അച്ചടി പതിപ്പിനോടൊപ്പം ഡിജിറ്റൽ പതിപ്പും ലഭ്യമാക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് അധ്യാപക സംഘടനകളുടെ ആരോപണം. ഇടതുപക്ഷ സർക്കാരിൻ്റെ അവസാന കാലത്ത് തയ്യാറാക്കിയ +1 39ഓളം പാഠപുസ്തകങ്ങളാണ് SCERT രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്. ഭാഷാവിഷയം ഉൾപ്പെടുന്ന ഈ പാഠപുസ്തകങ്ങളിൽ ഇടതുപക്ഷ അജണ്ട ഒളിപ്പിച്ച് കിടത്തിയിട്ടുണ്ടെന്ന പരാതി നിലനിൽക്കുകയാണ്. ഈ രഹസ്യ സ്വഭാവത്തിൽ കഴമ്പുണ്ട് എന്നതിൻ്റെ സൂചനയാണ് പാഠപുസ്തകങ്ങൾ പുറത്തുവിടാതെ തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെട്ട അധ്യാപകരാൽ പരിശീലനം നടത്തുന്നതും എന്നുള്ളത് സംശയം നിലനിർത്തുന്നു. ഹാൻസ് ജോൺ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ പോയി മറ്റൊരു സർക്കാർ മാറി വന്നു. കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്, കുട്ടികളുടെ പഠിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഇതിപ്പം വിവാദമായി മുന്നോട്ട് പോവുകയാണോ അതോ എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാകുമോ? സേതു, പരിഹാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ അത് ജൂലൈ ആദ്യവാരത്തോടു കൂടി ഉണ്ടാകുകയുള്ളൂ എന്നാണ് SCERT അധികൃതർ പറയുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇടത് സർക്കാരിൻ്റെ സമയത്ത് മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഉണ്ടായിരുന്ന സമയത്ത് മാർച്ച് 10-നാണ് ഈ പുതിയ പാഠപുസ്തകങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. അതിനുശേഷം അച്ചടിയും വിതരണവും പൂർത്തീകരിക്കാനായിരുന്നു SCERTയുടെ തീരുമാനം. പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും അച്ചടി പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. അച്ചടി പുരോഗമിക്കുകയാണ് എന്നാണ് SCERT പറയുന്നത്. അതുകൊണ്ട് തന്നെ ജൂലൈ ആദ്യവാരത്തിൽ ഈ ക്ലാസ്സുകൾ തുടങ്ങുന്നത് 6-ാം തീയതിയാണ്, ജൂലൈ 6-ാം തീയതിയാണ്. അതിനു മുൻപ് പാഠപുസ്തക വിതരണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് SCERT പറയുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും ഗുരുതരമായ ആരോപണം ഈ SCERT ഈ അച്ചടിച്ച പതിപ്പ് വിതരണം ചെയ്തില്ലെങ്കിൽ പോലും ഡിജിറ്റൽ പതിപ്പുകൾ എന്തുകൊണ്ട് നൽകുന്നില്ല എന്നുള്ള ആരോപണമാണ് അധ്യാപകരും അധ്യാപക സംഘടനകളും ഉന്നയിക്കുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അധ്യാപകർക്ക് ഓൺലൈനായി പരിശീലന ക്ലാസ്സുകൾ നൽകിയത്. പക്ഷേ ഈ പരിശീലന ക്ലാസ്സുകളിൽ സാധാരണഗതിയിൽ ഈ പുതിയ പാഠപുസ്തകമായതിനാൽ അധ്യാപകർക്ക് നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത്തരം പതിവുണ്ട്. പക്ഷേ ഇത്തവണ അധ്യാപകർക്ക് പരിശീലനത്തിന് പാഠപുസ്തകങ്ങൾ പോലും നൽകാതെയാണ് പരിശീലനം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഡിജിറ്റൽ പതിപ്പുകൾ ഈ മാർച്ച് 10-ാം തീയതി പുറത്തുവിട്ട പാഠപുസ്തകത്തിൻ്റെ ഡിജിറ്റൽ പതിപ്പുകൾ പോലും ഇതുവരെയും ലഭ്യമാക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് അധ്യാപകർ ചോദിക്കുന്നത്. ഇതിൽ ദുരൂഹതയുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ അവർ പറയുന്നു. കാരണം മുൻകാലങ്ങളിൽ ഈ പുതിയ പാഠപുസ്തകങ്ങൾ വരുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകാനുള്ള പശ്ചാത്തലമുണ്ട്. അത്തരത്തിൽ പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഈ അധ്യാപക സംഘടനകൾ ഉന്നയിക്കുന്നത്. 39 പാഠപുസ്തകങ്ങളാണ് ഇത്തരത്തിൽ പുറത്ത് വിടാതെ ഉള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SCERT പറയുന്നത് ഈ ജൂലൈ ആദ്യവാരത്തിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് നൽകാമെന്നാണ്. പക്ഷെ അത് പോരാ, അതിനു മുൻപ് തന്നെ നൽകുകയും ഈ പാഠപുസ്തകങ്ങൾ പഠിക്കാൻ അധ്യാപകർക്ക് കൃത്യമായ സമയപരിധി നൽകണമെന്നുകൂടി ആവശ്യം അധ്യാപക സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ മാത്രമായിരിക്കും പ്രതിസന്ധിയില്ലാതെ ക്ലാസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുകൂടിയാണ് അധ്യാപകരും സംഘടനാ നേതാക്കളും പറയുന്നത്. സേതു. ഓക്കെ ഹാൻസേ, ശരി, വ്യക്തമാണ്. അപ്പോൾ പാഠപുസ്തകത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് തീരുമാനം. ഇനി